ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും സമരം ചെയ്യുകയാണ്. അപ്പോൾ അബിയുടെ അച്ഛനും അമ്മയും കൂടി ഹെഡ് മാസ്റ്ററോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മീനു ടീച്ചറിനെ നിങ്ങളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്? എന്ത് തെറ്റാ എൻ്റെ മോൻ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അറസ്റ്റ് നടക്കട്ടെ, അപ്പം സമരം അവസാനിപ്പിക്കാം. അപ്പോൾ HMO ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അറസ്റ്റ് ഉടനെ ഉണ്ടാവും എന്നുടനെ സത്യം മാഷെ അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ്. പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ പോലീസ് വണ്ടി അങ്ങോട്ടേക്ക് വന്നു. അതെ, പോലീസ് എത്തിയല്ലോ എന്നിങ്ങനെ സത്യം മാഷ് വിളിച്ച് പറയണം. എന്നിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ആള്. എപ്പോൾ മീനു ടീച്ചറിനെ അറസ്റ്റ് ചെയ്യുന്നത് കാണാനായിട്ട് ഭയങ്കര ത്രില്ലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാർ വന്നു. എന്നിട്ട് അവർ ഇറങ്ങിയിട്ട് വണ്ടിയുടെ പുറകിൽ ചെന്ന് ഇങ്ങനെ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ മീനു ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ അർജുനും അബിയും കൂടി അവിടെ നിന്ന് ഇറങ്ങി വരണത്. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അബി എന്ന് പറഞ്ഞ HMO ഇങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ്. അബിയെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അച്ഛനും അമ്മയും ഓടി ചെല്ലുകയാണ്. മോനെ അബി, അമ്മേ, എൻ്റെ മോനെ, നീ ഇതെവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് അവർ വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം മീനുവിൻ്റെയും കണ്ണ് നിറഞ്ഞു. സത്യമാഷ അർമാദിച്ച് പോലീസിനെ കണ്ട് മീനുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് എന്നൊക്കെ വിചാരിച്ച് വേഗം ഇങ്ങനെ നടന്നിങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അബി അവിടെ നിൽക്കുന്നത്. ആളുടെ മുഖഭാവം പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി കേട്ടോ. അബീനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച സത്യമാഷിന് അടി കിട്ടിയ പോലായി. സാർ, അഭിമോനെ എവിടെ നിന്ന് കിട്ടി എന്ന് HM ഇങ്ങനെ ചോദിക്കുകയാണ്. അഞ്ജലി എന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ സുഖിച്ച് കഴിയുകയായിരുന്നു ഇവൻ എന്ന് പറഞ്ഞു. അഞ്ജലിയോ? അതാരാണെന്ന് വ്യക്തമായിട്ട് സത്യമാഷിനറിയാം അല്ല മാഷേ എന്ന് അർജുൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ മീനുവിനും അർജുനും മനസ്സിലായി. ബാക്കിയുള്ളവരിങ്ങനെ നോക്കുകയാണ്. അവളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലുണ്ട് സത്യമാഷേ. നിങ്ങൾക്കും തൽക്കാലം വേണമെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലാട്ടോ. നിങ്ങളുടെ സ്ഥാനവും അവിടെ തന്നെയുണ്ട്. എന്താ സാർ, എന്താ നടന്നത്? സത്യമാഷ മീനു ടീച്ചറിനോട് പ്രതികാരം ചെയ്തു. ഇവർ രണ്ടുപേരോടും ശത്രുതയുള്ള അഞ്ജലിയെ കൂട്ടുപിടിച്ചോണ്ട് നടന്നത് എന്താന്ന് മോൻ തന്നെ എന്താണെങ്കിലും ഇവർക്കെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അച്ഛനും അമ്മയും സാറുമാരും ഈ സമരം ചെയ്തവരും ഒക്കെ കേൾക്കട്ടെ. സത്യമാഷായി എല്ലാം ചെയ്തത് എന്ന് അബി അങ്ങ് വിളിച്ചു പറഞ്ഞു. അതുമാത്രമല്ല, സത്യമാഷ ആദ്യമായിട്ട് അബിയോട് പറഞ്ഞ കാര്യവും ടീച്ചറിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ പുറത്തൊരു വണ്ടി വന്ന് നിൽക്കും, ആ സമയം ആ മേഡത്തിനൊപ്പം കൂട്ടാൻ പോകണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ അബി എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ മുൻപിൽ പറയുകയാണ്. ഇതോടെ സത്യമാഷിൻ്റെ കളിയെല്ലാം പൊളിഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നീയെ കളിക്കുകയായിരുന്നല്ലേടാ, നീയായിരുന്നു ഇതിൻ്റെ പിന്നിൽ, എന്നിട്ട് ഞങ്ങളെ കൊണ്ട് തന്നെ നീയ എന്ന് പറഞ്ഞ് അബിയുടെ അച്ഛൻ നേരെ സത്യൻ്റെ നേരെ തിരിയാണ്. അപ്പോൾ പുള്ളി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അയ്യോ പോകാൻ വരട്ടെ, അങ്ങനെ അങ്ങ് പോയാലോ മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് കോളറിന് കയറി പിടിച്ചു നമ്മുടെ അർജുൻ. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മുടെ ചൊല്ല്. അതായത് ദൈവത്തെക്കാൾ മുകളിലാണ് ഒരു അധ്യാപകൻ എന്നാണ് അതിനർത്ഥം. പക്ഷേ നീ ഒറ്റയൊരുത്തൻ, നീ ഇവിടെ ഒരു സകലയുള്ള അധ്യാപകർക്കും കളങ്കാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതെങ്കും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാന സ്വസ്ഥത ഉണ്ടാവില്ല. സാറേ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും നോക്കിയില്ല, നേരെ നമ്മുടെ കരണക്കുറ്റി പുകച്ച് ഒരെണ്ണം കൊടുത്തു നമ്മുടെ സത്യമാഷിന്. ഇതൊരു പാവം പെൺകുട്ടിയോട് നീ കാണിച്ച ക്രൂരതയ്ക്ക്. പിന്നെ ഇനിയുണ്ട്, എന്താണെന്നറിയണ്ടേ നിനക്ക്? മറ്റൊന്നുമല്ല, എൻ്റെ ഭാര്യയോട് കാണിച്ച നെറികേടനാണ് അടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം കൂടി അങ്ങ് പൊട്ടിച്ചു കേട്ടോ. അപ്പം പിന്നെ പറയണ്ടല്ലോ, ഇനി നിങ്ങളായിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ ഇടയിലേക്ക് സത്യമാഷിനെ ഇട്ട് കൊടുത്തു. പിന്നെ പറയണ്ടല്ലോ, അബിയുടെ അച്ഛനും ബാക്കിയുള്ള നാട്ടുകാരും എന്താ പറയുക പേരൻസും എല്ലാവരും കൂടെ ചേർന്ന് സത്യമാഷിനെ എടുത്തിട്ട് അടിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് പോലീസുകാർ കുറച്ച് നേരമൊക്കെ നോക്കിയെന്നു. മതി, ഇനി ഞങ്ങൾ ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കോളാം, മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ തൂക്കിയെടുത്ത് പോലീസുകാരങ്ങ് പോയി. അപ്പോൾ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും മീനു ടീച്ചർ പറഞ്ഞു, എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കാനുണ്ട് സാർ. അപ്പോൾ വേഗം മീനു ടീച്ചർ അവിടെ വന്നു നിന്നിട്ട്, എന്നെ കുരുക്കാൻ നിങ്ങൾ എന്ത് കളിയും കളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ എന്നോട് കാണിച്ചതിനേക്കാൾ വലിയ തെറ്റാ നീ അബിയോട് കാണിച്ചത്. അറിയോ, കുട്ടിയെ നേർവഴിക്ക് നടത്തേണ്ട അധ്യാപകൻ തന്നെ അവന് മുമ്പ് പറ്റിയ അബദ്ധം ഇനി എനിക്ക് ആവർത്തിക്കാൻ പറ്റില്ല. നിൻ്റെ പുറകെ തന്നെ ഞാനുണ്ടാവും. അതുകൊണ്ട് ഇനി നീ ഈ സ്കൂളിലുണ്ടാവില്ല, അത് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോലീസുകാർ ഇവനെ വിളിച്ചുകൊണ്ട് നേരെ പോവുകയാണ്. അപ്പോൾ
അപ്പം മീനു ടീച്ചറും ബാക്കിയുള്ള അധ്യാപകരും എല്ലാവരും അവിടെ നിൽക്കുകയാണ്. അപ്പം മീനു ഭയങ്കര സന്തോഷത്തിലായി. കാരണം അർജുൻ തൻ്റെ മാനവും അഭിമാനവും എന്താ പറയുക ജോലിയും ഒക്കെ രക്ഷിച്ചിരിക്കുകയാണ്. അർജുനെ ഓർത്ത് അഭിമാനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് മീനു. അപ്പോൾ അർജുൻ അടുത്തേക്ക് വന്നു. മീനു എന്ന് വിളിച്ചു. ആൾ സന്തോഷം കൊണ്ട് കണ്ണീര് വരികയാണ്. താൻ എന്തിനാടോ കരയണത് എന്ന് ചോദിച്ച് കണ്ണീരൊക്കെ തൂത്ത് അർജുൻ ഇങ്ങനെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ സാറുമാരും പേരൻസും എല്ലാവരും അങ്ങോട്ടേക്ക് വരണത്. അപ്പോൾ വന്നുടനെ തന്നെ അവിടെ എന്താ പറയുക സസ്പെൻഷൻ ഓർഡർ കൊടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവർ നേരെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സോറി ടീച്ചർ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു. തനിക്ക് ഈ സ്കൂളിൽ ജോലിയിൽ തുടരാം എന്ന് പറഞ്ഞു. പിന്നെ ആ തന്നിരിക്കുന്ന കത്തിങ്ങ് തന്നേരെ എന്ന് പറഞ്ഞ് അത് തിരിച്ചു വാങ്ങിച്ച് നേരെ വലിച്ചു കീറി കളയാണ് കേട്ടോ. മീനുവിന് ഭയങ്കര സന്തോഷം, അർജുനും ഭയങ്കര സന്തോഷം. ഈ സമയം അഭിയും കൂട്ടിക്കൊണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് വരിക. ടീച്ചർ ഞങ്ങളോട് ക്ഷമിക്കണം, തെറ്റിദ്ധരിച്ചു പോയി. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കാം. അഭിമോനെ, ടീച്ചറിനോട് ക്ഷമ ചോദിക്കാം. സോറി മിസ്. സാരമില്ല മോനെ. പിന്നെ ഇനി ഇങ്ങനെയുള്ളവരുടെ വലയിലൊന്നും വീഴാതിരുന്നാൽ മതി. നല്ല കുട്ടിയാണോ കേട്ടോ എന്ന് പറഞ്ഞ് അഭിയും തലയാട്ടി. അപ്പോൾ പെട്ടെന്ന് തന്നെ നിൽക്കുകയാണ്. ഞാനേ എവിടെയുണ്ടെന്ന് കണ്ടെത്തിയത് പോലീസൊന്നുമല്ല, ദേ ഈ അങ്കിളാ എന്ന് അർജുനെ ചൂണ്ടി ഇങ്ങനെ കുട്ടി പറയാണ്. അപ്പം അർജുനോ? ആ, പോലീസിന് കുട്ടിയെ കണ്ടെത്തുന്നതിലായിരുന്നില്ല താല്പര്യം, മീനുവിനെ അറസ്റ്റ് ചെയ്യുന്നതിലായിരുന്നു താല്പര്യം. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കുട്ടി അന്വേഷിക്കാൻ ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പം അർജുൻ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുകയാണ്. അപ്പം അർജുൻ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ചായക്കടക്കാരൻ നേരത്തെ കുട്ടിയെ കണ്ടിരുന്നു. അപ്പം നേരെ അർജുൻ ആ കടയിലേക്ക് ചെന്നു. അല്ല, ഒരു കുട്ടി മിസ്സായ കാര്യം പറഞ്ഞിരുന്നില്ല ചേട്ടാ എന്ന് ചോദിച്ചു. ആ കുട്ടിയെ ചേട്ടൻ ഏത് ഭാഗത്ത് വെച്ചാണ് കണ്ടത്? ഇത് ആ ഗേറ്റിൻ്റെ ഭാഗത്ത് വെച്ചാണ് കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അബി നടന്നു വരുന്നതും വണ്ടിയെ കയറി പോണതും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തന്നെ ആ ചേട്ടൻ ഇങ്ങനെ ഓരോന്നോരോന്ന് അർജുൻ ചോദിക്കുന്നതിന് വ്യക്തമായ മറുപടി തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ അർജുന് ആകെ ഒരു സംശയം മൊത്തത്തിൽ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ആ കുട്ടി തനിച്ചായിരുന്നോ അതോ ആ കുട്ടിയെ നിർബന്ധിച്ചാണോ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും പറഞ്ഞു വിട്ടത്? സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആ ഒരു വഴിയേ ഉള്ളോ? അതെ. അല്ല, ആ പയ്യൻ പുറത്തിറങ്ങുന്ന ചേട്ടൻ കണ്ടിരുന്നോ? ആ, കണ്ടിരുന്നു. അവൻ പുറത്തിറങ്ങുന്ന ഞാൻ കണ്ടിരുന്നു. അവൻ ഏത് ഭാഗത്തേക്കാണ് പോയത്? അവനെ ആരെങ്കിലും ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയതാണോ അതോ അവൻ തനിയെ പോയതാണോ എന്ന് ചോദിച്ചു. അല്ല, അവൻ സ്കൂളിൽ നിന്ന് ഓടി വന്ന് ആ റോഡരികിൽ ആരെയോ കാത്തു നിൽക്കുന്നതെന്ന് ഞാൻ ഓർത്തു. പെട്ടെന്ന് അവനോട് ചോദിക്കാമെന്ന് കരുതി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്കും അവിടേക്കും ഒരു കാർ വന്നു നിന്നു. ആ കാർ കയറി അവൻ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. അവൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നവനെ കൂട്ടിക്കൊണ്ട് പോയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞു. പിന്നീടാണ് അല്ല എന്ന് മനസ്സിലായത്. ചേട്ടാ, സ്കൂളിലൊരു കുട്ടിയെ കാണാനില്ല. ഒരു ടീച്ചർക്കെതിരെ ഇതിൻ്റെ പേരിൽ പ്രതിഷേധം നടക്കുക. എന്നിട്ട് പോലീസും അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ടും താങ്കൾ എന്താ ഈ വിവരം സ്കൂളിൽ അറിയിക്കാഞ്ഞത്? ഞാനൊക്കെ ഇതൊക്കെ സത്യമാഷിനോട് പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം ഇത് മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നില്ലേ? ഹെഡ് മാസ്റ്ററോ അതുപോലെ അന്വേഷണം നടത്തുന്ന ആരെങ്കിലും അറിയിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇല്ല. അതെന്താ അങ്ങനെ? കാറിൻ്റെ കളറും ആദ്യത്തെ 2 നമ്പർ അടക്കം ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് സത്യമാഷ് സ്കൂളിൽ ഇതൊന്നും പറയാതിരുന്നത്? കാറിൻ്റെ നിറം എന്തായിരുന്നു? ആദ്യത്തെ 2 നമ്പർ അതേതൊക്കെയായിരുന്നു? കാറിൻ്റെ കളറ് ഒരു സിൽവർ കളറായിരുന്നു. പിന്നെ നമ്പർ KL04 AU 76 അത്ര എനിക്കറിയൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അർജുൻ വേഗം ആലോചിച്ചെടുത്തു. വേഗം തന്നെ നമ്മുടെ അഞ്ജലിയുടെ വണ്ടി ആദ്യം പുതിയതായി വാങ്ങിയിട്ട് നേരെ അർജുനെ കാണിക്കാനാണ് എത്തിയത്. അപ്പോൾ ആ വണ്ടിയുടെ നമ്പർ വേഗം ഓർത്തെടുത്തു കേട്ടോ. അപ്പം അത് അഞ്ജലിയുടെ വണ്ടിയുടെ ആണല്ലോ. അഞ്ജലിയുടെ കാറിൽ കയറിയാണോ പോയത്? അപ്പോൾ കാറിൻ്റെ നമ്പറും കളറും നമ്പറും ഒക്കെ ഏകദേശം കറക്റ്റാണ്. എന്തായാലും കുട്ടി കാറിൽ പോയതാണ് എന്ന് വിവരം നൽകിയിട്ടും സത്യമാഷ പുറത്തു പറയാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇനി അഞ്ജലിയും സത്യമാഷും തമ്മിലുള്ള ഒരു കൂട്ടുകളി ആയിരിക്കുമോ? അപ്പോൾ അർജുൻ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് അന്വേഷിക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അത് അഞ്ജലിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അഞ്ജലി അവിടെ പോകാൻ റെഡിയായ സമയത്ത് കോളിംഗ് ബെല്ലടി കേട്ടു. അപ്പോൾ അഞ്ജലി വാതിൽ തുറന്നു വന്നപ്പോഴത്തേനും അർജുൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഞെട്ടിപ്പോയി കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോഴത്തേനും അർജുൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അപ്പോൾ അർജുൻ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. താനോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? അപ്പം താൻ എന്നെ മറന്നിട്ടില്ല അല്ലേ? മറന്നിരുന്നു. പിന്നെ എന്നിട്ടാണോ വന്നത്? പിന്നെ ഓർക്കേണ്ട സാഹചര്യം വന്നു, അതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് തിരിഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി പോവാണ് അർജുൻ. അപ്പോൾ ഇവളിങ്ങനെ വാതിൽ കൈവച്ച് നിൽക്കുന്ന കൈയൊക്കെ മാറ്റിയിട്ടാണ് അർജുൻ അകത്തേക്ക് കയറി വന്നത്. അല്ല അർജുൻ,
തൽക്കാലം ഇപ്പം അർജുനൊന്ന് പോവോ? നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പുറത്തൊന്ന് പോകാനുണ്ട്. ആ യാത്ര നമുക്കങ്ങ് മാറ്റി വെച്ചേരാം. അത്യാവശ്യമായിട്ട് നമുക്ക് വേറൊരിടത്തേക്ക് പോകേണ്ടി വരും. എവിടെ പോകാൻ? പോലീസ് സ്റ്റേഷനിലേക്ക്. അല്ലാതെ എങ്ങോട്ട് പോകാൻ? അവിടുന്ന് പിന്നെ കോടതി, ജയില്, അങ്ങനെ കുറേ എടുത്ത് പോകാനുണ്ട് അഞ്ജലി. തിരക്കായിരിക്കും. അതെത്താൻ തമാശ പറയാ അഞ്ജലി? ആ കുട്ടി എവിടെ? ഏത് കുട്ടി? മീനു ജോലി ചെയ്യുന്ന സ്കൂളിൽ പഠിക്കുന്ന അബി എന്ന കുട്ടി എവിടെയെന്നാണ് ചോദിച്ചത്. അപ്പം അഞ്ജലി ഇങ്ങനെ നിന്നിട്ട്, ആ കുട്ടി എവിടെയാന്ന് എന്നോടാണോ ചോദിക്കുന്നത്? അയ്യോ, എനിക്കറിയില്ല. സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് നിന്റെ കാറിൽ കയറി പോരുന്നത് കണ്ടവരുണ്ട്. അബി എന്ന കുട്ടിയെ കാണാനില്ല. അബി എന്ന കുട്ടി മിസ്സിംഗ് ആണ്. അതിൻ്റെ എല്ലാ കുറ്റവും മീനുൻ്റെ തലയിട്ടിരിക്കുക. അവളുടെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കുട്ടി അന്വേഷിച്ചിറങ്ങിയത്. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. നിന്റെ കാറിലാ കുട്ടി പോയത്. എവിടെയാണ് നീ അവനെ ഒളിപ്പിച്ചത്? എൻ്റെ അർജുൻ, എനിക്ക് അവനെ അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ കുട്ടിയെ ഒളിപ്പിക്കണം? അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ സ്ഥലത്ത് പോലും ഉണ്ടായിട്ടില്ല. പിന്നെയല്ലേ കുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടിരുന്നത്. നിനക്ക് വേറെ പണിയില്ലേ? കുട്ടിയെ കാണുന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക. ഇവിടേക്കല്ല വരേണ്ടത്. മനസ്സിലായോ? എനിക്കറിയില്ല അവൻ എവിടെയാണ് ഉള്ളതെന്ന്. ഈ സമയത്താണ് അബി അങ്ങോട്ടേക്ക് പറഞ്ഞത്. ചേച്ചി എന്ന് വിളിച്ച്. പിന്നെ പറയണ്ടല്ലോ, എവിടെയാ ചേച്ചി പിസ? പറ. പിസ ഇതുവരെ കിട്ടിയില്ലല്ലോ. ചേച്ചീനെ കളിപ്പിക്കായിരുന്നോ? ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞതാ അല്ലേ? അപ്പം അർജുന് കാര്യം മനസ്സിലായി. ദേ, പിസ വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവും. നിങ്ങളുടെ കള്ളത്തരം പൊളിയും. അങ്ങനെയും കൂടെ പറയടാ മോനെ എന്ന് പറഞ്ഞു. പിന്നൊന്നും പറയണ്ടല്ലോ. ഇവൻ കയറി ഓടാൻ തുടങ്ങിയപ്പം നിൽക്കട അവിടെ എന്ന് പറഞ്ഞ് അർജുൻ കയറി പിടിച്ചു കേട്ടോ. ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവനെ തൂക്കിയെടുത്തുകൊണ്ട് വരികയാണ്. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ അങ്കളെ, ഞാനൊന്നും ചെയ്യില്ല. കുട്ടി എവിടെയാണെന്ന് നിനക്കറിയില്ല അല്ലേ അഞ്ജലി? വാടാ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെയും തൂക്കിയെടുത്ത് അർജുൻ അങ്ങോട്ടേക്ക് വന്നു. എന്നെ വിടാനാ പറഞ്ഞത്. സത്യം പറയടാ, നീ എന്തിനാ ഇവർക്കൊപ്പം വന്നത്? അങ്കിൾ എന്നെ വിട്, ഞാൻ പറയാം. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാനേ സത്യം മാഷു പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത് എന്ന് അബി സത്യസന്ധമായിട്ട് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. സത്യം മാഷും നീയും കൂടിയുള്ള പ്ലാനല്ലേ മീനുവിനെ കൊടുക്കാൻ? മതി, ഒടുക്കം താനും മാഷും കുരുങ്ങി. ഇപ്പം അതാ സംഭവിച്ചിരിക്കുന്നത്. 2 പേർക്കും ഇനി ജയിലിൽ കിടക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അഞ്ജലി വേഗം തന്നെ അവിടുന്ന് സ്കൂട്ടാകാൻ നോക്കുകയാണ്. നെക്കടി അവിടെ എന്ന് പറഞ്ഞ് നേരെ അഞ്ജലിയുടെ കൈക്ക് കയറി പിടിച്ചു. നീ അങ്ങനെ അങ്ങ് പോവാതെ വിടർജുൻ, വിട നീ എന്നെ എന്ന് പറഞ്ഞു. നിനക്കറിയാലോ എന്നെ. അതെ, നിന്നിങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അഞ്ജലി റൂമിൽ കയറ്റിയിട്ടിട്ട് പൂട്ടി അങ്ങോട്ട്. അഞ്ജലി മര്യാദയ്ക്ക് വാതിൽ തുറക്കാനാണ് പറഞ്ഞത്. അർജുൻ വാതിൽ തുറക്കാൻ. അപ്പോൾ ഓടാൻ തുടങ്ങുവാണ് അബി. നിൽക്കട അവിടെ എന്ന് പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ച് അവിടെ നിർത്തി. അർജുൻ, മര്യാദയ്ക്ക് വാതിൽ തുറക്ക് നീ കേട്ടോ, അല്ലെങ്കിൽ നീ വിവരം അറിയുവേ. അപ്പം ഒച്ച വെക്കാണ്. തുറന്നു വിടാം, പോലീസ് വരട്ടെ, എന്നിട്ടാട്ടെ. എന്നെ വിട് അങ്ങളെ എന്ന് പറഞ്ഞു. മിണ്ടിപ്പോരുത്, വാടക്കടാ. അപ്പോൾ വേഗം തന്നെ അബി വാപത്തെ പിടിച്ചു. അപ്പം ഒന്നും നോക്കിയില്ല, നേരെ അർജുൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോൾ പോലീസുകാരെ നേരെ വന്നു അഞ്ജലിനെയും അബിനെയും കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ അതാ സംഭവിച്ചത് എന്നുള്ള കാര്യം പറയുകയാണ്. പിന്നെ എന്താണെങ്കിലും അഞ്ജലിയെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞങ്ങളെയും കൊണ്ട് ഒരു സംഘം നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോഴത്തേനും പേരൻസും അവിടെ നിന്ന് എല്ലാവരും കൈയടിക്കുകയാണ് കേട്ടോ. മീനുവിനും ഭയങ്കര സന്തോഷമായി ഇത് കേട്ടപ്പോഴത്തേനും. അപ്പോൾ നമ്മുടെ അബി ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ കൈയടിക്കാനായിട്ട്. അബി ഭയങ്കര ഇതൊക്കെ കാണിച്ചുവെങ്കിലും. അപ്പോൾ അർജുൻ, എത്രയോ വർഷമായി ഞാൻ സർവീസിൽ. ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. സ്വന്തം ഭാര്യയെ നിങ്ങളെ രക്ഷിച്ചു, ഈ കുഞ്ഞിനെ നിങ്ങൾ രക്ഷിച്ചു. തന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്കും തെറ്റുപറ്റിയിട്ടോ, ക്ഷമിക്കണം എന്ന് ഉദ്യോഗസ്ഥർ അവരോട് മാപ്പും പറഞ്ഞു. ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാലോ അല്ലേ? വീണ്ടും സമരമുണ്ടോ? അതെ, സത്യം മാഷ് പുറത്തിറങ്ങിയാൽ അത് ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ ചെല്ല എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപ്പോൾ അവരവർക്ക് മീനു ടീച്ചറിന് ഒരു വാക്കുകൂടെ കൊടുത്തിട്ടാണ് പോണത്. അതെ, ഒരു കാര്യം ഉറപ്പ് തരാം, ഇനി സത്യം മാഷ് ജോലിയിലുണ്ടാവില്ല, അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു. മീനു ടീച്ചർക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാം. താങ്ക് യു സർ എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവർ 2 പേരും ഉദ്യോഗസ്ഥരും HM അവരെല്ലാവരും അങ്ങ് പോയി. അപ്പോൾ രാഗിണി ടീച്ചർ എന്നിട്ട്, ഞാൻ പേടിച്ചിരുന്നു, ഒന്നും സംഭവിച്ചില്ലല്ലോ, ദൈവത്തിന് നന്ദി. താങ്ക് യു ടീച്ചർ, കൂടെ നിന്നതിന് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ആ ശല്യം ഒഴിവായി. ഇനി നമുക്ക് സന്തോഷത്തോടുകൂടി ജോലി ചെയ്യാം. എല്ലാ പൊതു ഇടങ്ങളിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ജോലി സ്ഥലങ്ങളിലും ഇതുപോലെ ഒരെണ്ണം കാണും. ജോലി സ്ഥലങ്ങളിൽ വരാതിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രമല്ല, ഇനി എല്ലാവരുടെയും കടമയാണ്. ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് രാഗിണി ടീച്ചർ അങ്ങ് പോയി.
അപ്പം പിന്നെ മീനുവിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അർജുൻ എനിക്ക് അഞ്ജലി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അഞ്ജലിനെ കാണാനായിട്ട് ഇവർ രണ്ടുപേരും നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ജയിലിൽ കിടന്നിട്ട് വെപ്രാളം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം മീനുവും അർജുനോട് അങ്ങോട്ടേക്ക് എത്തി. ആഹാ, ഇതാരിത്? അപ്പം അർജുനെ മീനുവിനെ കണ്ടപ്പോൾ തന്നെ തല കുനിച്ച് പിടിച്ച് നിൽക്കുകയാണ്. അഞ്ജലി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? നീ തന്നെ ഒന്ന് കാണാൻ വന്നാട്ടോ. നേരെ നോക്കടോ. എന്തു പറ്റി? തന്നെ ഞാനൊന്ന് നേരാമണ്ണം കാണട്ടെ എന്ന് പറഞ്ഞു. കല്ലിപ്പൂണ്ട് നിൽക്കുക. എന്തൊരു വൃത്തികെട്ട കളിയെത്താൻ കളിച്ചത്. എൻ്റെ ജോലി കളയാൻ, എന്നെ അകത്താക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഈ കളി കളിച്ചത്? ഒടുക്കം താൻ തന്നെ അകത്തായി അല്ലേ? ഇത് അല്പനിമിഷത്തേക്ക് മാത്രം. നീ ഇത് കണ്ട് സന്തോഷിക്കണ്ട. ഇത് ഞാൻ പുറത്തിറങ്ങും. അത് പുറത്തിറങ്ങുക തന്നെ ചെയ്യുക. ഞാൻ ജയിലിൽ കിടക്കുന്നതല്ലേ നിങ്ങൾ സ്വപ്നം കണ്ടത്? എങ്കിൽ കേട്ടോ, വെറും നടക്കാത്ത സ്വപ്നം മാത്രമാണ്. ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പുറത്തിറങ്ങും, ഇറങ്ങിയിരിക്കും. നിങ്ങൾ പോവരുത്. കുറച്ച് സമയം കൂടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം. എന്തിനാന്നല്ലേ? ഞാൻ എൻ്റെ അച്ഛൻ്റെ കാറിൽ കയറി വീട്ടിൽ പോണത് നിങ്ങൾ കാണണം. അയ്യോ, ഇതാണ് സ്വപ്നം. ഇതാണ് ഒരിക്കലും നടക്കാത്ത സ്വപ്നം. എൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ തനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അച്ഛൻ്റെ ഒരു കോള് മതി എനിക്ക് പുറത്തിറങ്ങാൻ. ഏത് ലോകത്ത് അഞ്ജലി ജീവിക്കുന്നതെന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അകത്ത് കിടന്ന സത്യമാഷിനെ ദിവസങ്ങൾക്കകം പുറത്തിറക്കിയ അഞ്ജലിക്ക് സ്വയം പുറത്തിറങ്ങാൻ നിമിഷം മാത്രം മതി. അത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മീനു അർജുനും ഇങ്ങനെ നിൽക്കാം. ഏതായാലും നിങ്ങൾ വന്നത് നന്നായിട്ടോ. ആ കാഴ്ച നിങ്ങൾക്ക് കൺകുളിർക്കെ കാണാമല്ലോ. ശരി അഞ്ജലി, നീ പറഞ്ഞത്. നീ ആ ക്രിമിനലിനെ പുറത്തിറക്കി. ഇപ്പോഴോ? പക്ഷേ ഇവിടെ നിൻ്റെ കാലിടറും അഞ്ജലി. ഇനി നിൻ്റെ അച്ഛൻ്റെ ഫോൺ കോളിനോ കാശിനോ ഒന്നും ഇനി രക്ഷപ്പെടുത്താൻ കഴിയില്ല അഞ്ജലി. പണത്തിനും സ്വാധീനത്തിനും വഴങ്ങാത്ത നല്ല നട്ടലുള്ള ഉദ്യോഗസ്ഥരാ ഞങ്ങളുടെ ആത്മവിശ്വാസം. ആത്മവിശ്വാസം നല്ലതാ മീനു. പക്ഷേ എൻ്റെ കാര്യത്തിൽ നടക്കുന്നത് വേറെ ആയിരിക്കും. നിന്നെ ഓർത്ത് സഹതാപം തോന്നും അഞ്ജലി. കഷ്ടം തന്നെ. നീ അർജുനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും വൃത്തികേട് നീ ചെയ്യില്ലായിരുന്നു എന്നോട് മീനു പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.